Maria? 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 उस लड़की को अब तक होश नहीं आया। जीके ने उसको हॉस्पिटल पहुंचाया था। मणिकर और शंकर कहाँ है? अंडरग्राउंड में होंगे। It is impossible. സാർ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. This is my last word. കേരള പൊളിറ്റിക്സിലും നാഷണൽ പൊളിറ്റിക്സിലും പല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു വിഷയമാണിത്. അവർക്ക് അധികാരം കയ്യിലുള്ളവരാണ്. അവരോട് കളിക്കുന്നത് നമുക്ക് നല്ലതല്ല. ഈ പത്രം പൂട്ടിപ്പാൻ ഇത് മതി. സാർ ഇങ്ങനെ ഒരു പേടിത്തൊണ്ടനായാലോ? വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ന്യൂസ് ഈ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ സാധ്യമല്ല. നിങ്ങൾ എതിർത്താലും മറ്റെവിടെയെങ്കിലും ഞാനത് പ്രസിദ്ധീകരിക്കും. ജി കെ, നിൽക്കും മിസ്റ്റർ ജി കെ, നിങ്ങൾ ഇത് പബ്ലിഷ് ചെയ്യരുത്. ഒന്നുമില്ല, പെണ്ണിന്റെ ഭാവി ഉണ്ടാകും. ആ പെണ്ണിന്റെ ഭാവിയെ കുറിച്ച് നിങ്ങളെക്കാൾ താല്പര്യം എനിക്കുണ്ട്. ഐ ആം ഗോയിങ് ടു മാരി ഹെർ. ഞാൻ അവളെ വിവാഹം ചെയ്യാൻ പോകുന്നു. Hey, what bloody nonsense you are doing? Take him into custody. Yes, sir. What matter? Why you are bothering me? Leave me alone. സാർ, എന്താടോ? മരിയയുടെ ഫാദർ വന്നിട്ടുണ്ട്, ഫെർണാണ്ടസ്. ക്ഷമിക്കണം സാർ, ഒരബദ്ധം പറ്റിപ്പോയി. പുറത്തറിഞ്ഞാൽ ഞങ്ങളുടെ രാഷ്ട്രീയ ഭാവി നശിക്കും. സാറിന്റെ മകളുടെ ഭാവി എന്താവും? മരിയയ്ക്ക് കുഴപ്പമൊന്നുമില്ല സാർ, ഡോക്ടർ പറഞ്ഞു. ഇനി നാട്ടിൽ ചികിത്സിച്ചാൽ മതി. ന്യൂസ് പുറത്തു വരാതിരിക്കാൻ വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാൽ എങ്ങനെയെങ്കിലും അത് ചോരും. കാല് പിടിക്കാമെന്ന് വിചാരിച്ചാൽ മതി സാർ. ട്രിവാൻഡ്രത്തേക്ക് നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് 2 ടിക്കറ്റ് ശരിയാക്കിയിട്ടുണ്ട്. इनकी हर बात झूठी है. कई बार मैंने इनको निकालने की कोशिश की है. बड़े बड़े लोगों की बेइज्जती करना इनकी आदत है. कृष्णमूर्ति एक पागल आदमी था या नहीं? हाँ जी.
ऑफिस में इन्होंने कई बार झगड़ा किया था। Well, that's all, Your Honor. हाँ जी, मैंने ही कृष्णामूर्ति का इलाज किया है। कृष्णामूर्ति एक पागल आदमी है। ये इलाज की रिपोर्ट है। कृष्णमूर्ति को किस तरह का पागलपन था? He is a schizophrenic patient. पागलपन जो देखा नहीं वो देखा हुआ सा लगता है। Your Honor, his statement is false. All are blatant lies. There's absolutely no relationship between him and my daughter. No one has done any harm to her. She is under treatment in a Kerala hospital after a road mishap. This fellow is mad. See, Mr. Agarwal, you have to do. You must. No, I can't do it. We know that man GK is innocent. That's beyond my conscience. ഓ അവന്റെ അമ്മയുടെ മനസാക്ഷി. നമ്മൾ ആവശ്യക്കാരനെ കണ്ടപ്പോ അവൻ വില പേശുക, വില കൂട്ടാൻ. ശങ്കർ, ഒരു കാശൻ കാശ്, പ്രൊമോഷൻ പ്രൊമോഷൻ, എന്തെങ്കിലും ഓഫർ ചെയ്താലും നോക്കണോ? കുറഞ്ഞ 5 വർഷം GK അകത്ത് കിടക്കണം. The prosecution has proved the case against the accused beyond doubt. Thus, this court sentences the accused to undergo rigorous imprisonment for 5 years. The accused being a lunatic, the first 2 years he has to be in a mental asylum. No, I am not mad. എനിക്ക് ഭ്രാന്തില്ല. मैं पागल नहीं हूं. I am not mad. I am not mad. എനിക്ക് ഭ്രാന്തില്ല. I am not mad. I am not mad, sir. അതുകൊണ്ടും കഴിഞ്ഞില്ല. അവരെന്നെ മെന്റൽ അസൈലത്തിലേക്ക് മാറ്റി. I am not mad. ഇവനിനി ഒരിക്കലും എഴുതുകയോ വരയ്ക്കുകയോ ചെയ്യരുത്. ഓക്കെ സാർ. ശരി സാർ. ഹാർട്ട് പേഷ്യന്റ് ആയിരുന്ന മേരിയുടെ ഫാദർ മിസ്റ്റർ ഫെർണാണ്ടസ് ആ സംഭവത്തിന്റെ ഷോക്കിൽ മരിച്ചു. എന്നെ
എന്നെ ആസ്പത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റിയ ദിവസം മറിയ വന്നിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അന്നത്തെ ആ സംഭവത്തിന്റെ ഷോക്കിൽ മരിയയുടെ ഫാദർ മരിച്ചു. നാട്ടിൽ അവൾക്ക് മറ്റാരുമില്ല. സ്വത്തുക്കളെല്ലാം വിറ്റ് അവൾ ഡൽഹിയിൽ വന്നതാണ്. എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം മരിയയാണെന്ന് ഉമ്മ പറയാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ മരിയയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അപ്പോഴേക്കും ഞാൻ അകത്തും അവൾ പുറത്തുമായി. ഉമ്മയ്ക്ക് എന്നും അവളോട് വെറുപ്പാണ്. അവൾക്ക് UNA-യിൽ ജോലി വാങ്ങിക്കൊടുത്തത് മരിയയാണെന്ന് ഉമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ എന്തെങ്കിലും പുറത്തു വരുമെന്നും കാത്താണ് മരിയ എന്നും ഡൽഹിയിൽ തന്നെ തുടരുന്നത്. ഇന്നവൾക്ക് ആരുമില്ല, ഞാനുണ്ടെന്നാണ് അവളുടെ വിശ്വാസം. പക്ഷേ എനിക്കിനി അങ്ങനെ ഒരു ജീവിതമില്ല. സാറിന് ഇനി 5 മാസം കൂടിയല്ലേ ഉള്ളൂ. പുറത്തിറങ്ങിയാൽ സാർ എന്ത് ചെയ്യാൻ പോകുന്നു? ഉമ്മേ, താങ്ക് യു സുരേഷ്. ഉമ്മ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തോ? രാജിവെക്കാൻ പോകുന്നത് ഇപ്പൊ ഓഫീസിൽ പറഞ്ഞു കേട്ടു. എന്നോട് ഇതേക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ ഇപ്പോ പെട്ടെന്നിങ്ങനെ? നേരത്തെ തീരുമാനിച്ചതാ. അടുത്ത ആഴ്ച ചേട്ടൻ പുറത്തു വരും. ചേട്ടൻ വന്നാ ഞങ്ങൾ കേരളത്തിലേക്ക് പോകും. ഇത്ര പെട്ടെന്നോ? പെട്ടെന്നൊന്നുമല്ല. 5 വർഷമായി. 1 വർഷം പോലും അവർ ഇളവ് കൊടുത്തിട്ടില്ല. അതിനിപ്പോ നാട്ടിൽ പോയിട്ട് എന്തിനാ? ഇവിടെ നിന്നിട്ട് എന്തിനാ? കയ്യും കാലും ഇല്ലാത്ത ചേട്ടന് ആരെങ്കിലും ഒരു ജോലി കൊടുക്കോ? കൊടുത്താലും വേണ്ട. ഈ ജോലി ഇനി ചേട്ടൻ ചെയ്യണ്ട. मैम साहब, कोई आपसे मिलने आए हैं. कौन है? पता नहीं, बाहर वेट कर रही हैं. ഞാൻ പ്രതീക്ഷിച്ചു. നിങ്ങൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഉമ്മേ, ഞാൻ ചേട്ടനെ അറിയാം. മരിയ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ദയവ് ചെയ്ത് എന്റെ ചേട്ടനെ വെറുതെ വിടൂ. നിങ്ങൾ ഇനി പോയി ചേട്ടനെ കാണരുത്. കണ്ട എല്ലാം കുഴപ്പമാവും. പ്ലീസ്. ഉമ്മേ, ഞാൻ ആരെയും ഉപദ്രവിക്കാൻ വന്നതല്ല. 5 വർഷം 5 വർഷം നിന്നെപ്പോലെ തന്നെ ഞാനും കാത്തിരുന്നത്. നീ ജോലി രാജിവെക്കാൻ പോകുന്നെന്നറിഞ്ഞു. തിരിച്ചു നാട്ടിൽ ചെന്നാൽ ജിക്ക് വെറുതെ ഇരിക്കാൻ നിനക്ക് തോന്നുന്നുണ്ടോ? വെറുതെ ഇരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? ഉമ്മേ, ജിക്കയുടെ പേരിൽ ഞാനൊരു പത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
നമുക്കിവിടെ പുതിയൊരു പത്രം തുടങ്ങാം. GK ചീഫ് എഡിറ്റർ. പണമെല്ലാം ഞാൻ കരുതിയിട്ടുണ്ട്. ഒരു മോഹിനിയാട്ടം നടത്തുന്ന ലാഘവത്തിൽ അങ്ങ് പറഞ്ഞു കളഞ്ഞല്ലോ പത്രം തുടങ്ങാമെന്ന്. നിങ്ങൾക്ക് ഭ്രാന്താണ്. ഈ ഭ്രാന്തിന് കൂട്ടു നിൽക്കാൻ എന്നെയും ചേട്ടനെ വിളിക്കണ്ട. ചേട്ടനെ ഞാൻ ഒട്ടും വിട്ടുതരില്ല. എനിക്കറിയാം, കൊലയ്ക്ക് കൊടുത്തിട്ട് നീ പോകൂ. പഴയ വില്ലന്മാരൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, കുറെ കൂടെ ബെറ്റർ കണ്ടീഷനിൽ. ഉമേ, നീ എന്ത് പറഞ്ഞാലും ഞാൻ ഈ പത്രം തുടങ്ങും. GK ആയിരിക്കും ചീഫ് എഡിറ്റർ. നീ അതിൽ വർക്ക് ചെയ്യും. എന്ത് പറ്റി ഉമ്മേ? അവളെന്റെ ചേട്ടനെ കൊല്ലും. ആര്? മരിയ ഫെർണാണ്ടസ്.